ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പാർട്ടിംഗ് ടൈംസ്. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 liters of water. 4 such bottles of water is poured into a jar. How much water is there in the jar? അതായത് 4 ബോട്ടിൽസ് ഉണ്ട്. ഓരോ ബോട്ടിലും 1.5 ലിറ്റർ വാട്ടർ ഉണ്ട്. ഈ 4 ബോട്ടിൽസിലെയും വാട്ടർ എന്ത് ചെയ്തു? ഒരു ജാറിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ജാറിൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2 ബോട്ടിൽസത്തെ വാട്ടറാണ് ഒഴിക്കുന്നതെങ്കിൽ ജാറിൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടായിരിക്കും? 1.5 പ്ലസ് 1.5, ദാറ്റ് ഈസ് 3 ലിറ്റർ അല്ലേ. വീണ്ടും 2 ബോട്ടിൽസും കൂടി ഒഴിക്കുമ്പോഴോ 3 പ്ലസ് 3 ആവും. അപ്പോൾ ടോട്ടൽ 6 ലിറ്റേഴ്സ് വാട്ടറാണ് ജാറിൽ ഉണ്ടാകുന്നത് അല്ലേ. വാട്ട് വി കാൽക്കുലേറ്റ് ഈസ് 4 ടൈം ഓഫ് 1.5. നമ്മൾ എങ്ങനെയാണ് 4 ടൈം 1.5 കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതായത് ഒരു മിക്സഡ് ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതായത് ആ ജാറിൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ട് നമ്മൾ കണ്ടെത്താൻ എന്താ ചെയ്യുക? 4 ടൈംസ് 1.5 അല്ലേ. 1.5ൻ്റെ 4 ടൈംസ് എത്രയും നമുക്ക് കിട്ടണം. അതായത് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5, അങ്ങനെയാണ് നമുക്ക് 6 ലിറ്റർ കിട്ടിയത്. ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് 4 ടൈംസ് 1.5 എന്ന് പറയുമ്പോൾ എന്താ? 4 ഇൻറ്റു 1.5 അല്ലേ. ഒരു ഹോൾ നമ്പറും ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ മിക്സഡ് ഫ്രാക്ഷന് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിലൊരു ഫ്രാക്ഷനും ഉണ്ട്, അത് മിക്സ് ചെയ്തിട്ട് വരും. ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറും കൂടി മിക്സ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോൾ നമ്പറിനൊരു മിക്സഡ് ഫ്രാക്ഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെ സ്റ്റെപ്സാണ് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1.5 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇതെങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആയത്? ഒരു ഫ്രാക്ഷനും ഉണ്ട്, ഒരു ഹോൾ നമ്പറും ഉണ്ട്. അതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്യാണ്? പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിന് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ്റെ കൂടെ തന്നിട്ടുള്ള ഈ ഹോൾ നമ്പർ, ഇവിടെ ഹോൾ നമ്പർ ഏതാ? 1 ഇൻറ്റു പിന്നെ മിക്സഡ് ഫ്രാക്ഷനത്തെ ഡിനോമിനേറ്റർ, ഈ രണ്ടെണ്ണം ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതിനോട് കൂടെ മിക്സഡ് ഫ്രാക്ഷനിലെ ഈ ഫ്രാക്ഷനത്തെ ന്യൂമറേറ്റർ ഉണ്ടല്ലോ 1, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഇവിടെ ഫ്രാക്ഷനത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 1 ഇൻറ്റു 2 2 പ്ലസ് 1 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 3 ഡിവൈഡഡ് ബൈ 2. 1.5 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ്റെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 3/2 അല്ലേ. കാരണം 3/2 എന്ന് പറയുന്ന ഫ്രാക്ഷന് നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതാൻ അറിയാം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയിരുന്നത്? 3നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 ടൈം 2 വരും, റിമൈൻഡർ 1. കണ്ടോ, ഇത് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ കോഷ്യൻ്റ് ഫസ്റ്റ് കിട്ടിയാണ്ടോ, അത് 1 ആക്കിയിട്ട് ഇവിടെ കൊടുത്തു. പിന്നെ നമ്മുടെ റിമൈൻഡർ വരുന്നത് എന്താവണം? ന്യൂമറേറ്ററിൽ കൊടുക്കണം. ഏതിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയായിരുന്നു നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിരുന്നത്. ഈ മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, 2 and 4/3. 2 and 4/3 എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇതിൽ തന്നിട്ടുള്ള ഹോൾ നമ്പർ അല്ലേ. ഹോൾ നമ്പർ ഏതാണ്? 2 ആണ്. 2നെ എന്ത് ചെയ്യുക? ഫ്രാക്ഷനത്തെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 4.
എന്നിട്ട് അതിനോട് കൂടെ ഫ്രാക്ഷനത്തെ ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. എന്നിട്ട് അത്രയും നമ്പേഴ്സിന് എന്ത് ചെയ്യുക, ഫ്രാക്ഷനത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 × 3 6 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 10/3. കണ്ടോ? 10/3. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഏതൊരു മിക്സഡ് ഫ്രാക്ഷൻ വന്നാലും ഈ സ്റ്റെപ്പ് പിന്നെയാണ് നിങ്ങൾ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ ചെയ്യേണ്ടത്. അതിലൊരു ചേഞ്ചസും ഇല്ല. ഏത് നമ്പർ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്ത് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. കുറേ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് നമ്പർ നോക്കൂ. 5 ആൻഡ് 1/4. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ. ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലാക്കാൻ 5നെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രാക്ഷനത്തെ ഡിനോമിനേറ്റർ എഴുതാം. ഓക്കെ, അപ്പോൾ എത്ര ആൻസർ വരും? 5 × 4 20. 20 + 1 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 21 ഡിവൈഡഡ് ബൈ 4. 5 ആൻഡ് 1/4 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലാക്കിയപ്പോൾ 21 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 21നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 5 ആൻഡ് 1/4 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതോടെ എന്താവണം, നിങ്ങൾക്ക് എങ്ങനെയാണൊരു മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവണം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ 7 ആൻഡ് 2/3. 7 ആൻഡ് 2/3. എങ്ങനെ നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലാക്കാൻ? ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ നമ്പറായിട്ട് വരുന്നത് 7 ആണ്. 7 എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനോട് കൂടെ ഫ്രാക്ഷനത്തെ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യുക, 3/8 അതായത് ഫ്രാക്ഷനത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് ഫ്രാക്ഷനത്തെ രൂപത്തിൽ തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് ആ നമ്പർ അതുപോലെ എഴുതിയാൽ മതി, ഡിവൈഡ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 7 × 3 എന്ന് പറയുമ്പോൾ 21 + 2 കേട്ടോ. ഫസ്റ്റ് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം കേട്ടോ, അതാണ് റൂൾ. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒരുമിച്ച് വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്, എന്നിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ 21 + 2 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 23 ഡിവൈഡഡ് ബൈ 3 അല്ലേ. 23 ഡിവൈഡഡ് ബൈ 3 വളരെ എളുപ്പമുള്ള. നോക്കൂ, 7 × 3 എന്ന് പറയുമ്പോൾ 21. 21 + 2 23. 23/2. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ സ്വന്തമായിട്ട് ഈ സ്റ്റെപ്സ് ഒന്നും എഴുതാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. വൺ മോർ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളും കൂടി നോക്കൂ. ഇതോടെ എല്ലാവർക്കും മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലാക്കുന്ന മെത്തേഡ് മനസ്സിലാവണം. ഓക്കെ, നെക്സ്റ്റ് 4 ആൻഡ് 4/5. 4 ആൻഡ് 4/5 എന്താ വരിക, 4 × 5 20 അല്ലേ. 20 + 4 നമുക്ക് 4 × 5 20. 20 + 4 24 ഡിവൈഡഡ് ബൈ 5 അല്ലേ. 24 ഡിവൈഡഡ് ബൈ 5. 4 × 5 20. 20 + 4 24 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്, അതായത് 4 ടൈംസ് ഓഫ് 1.5 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. 1.5 നമ്മൾ 4 ടൈംസ് ആഡ് ചെയ്തു, 6 ലിറ്റർ ആണെന്നൊക്കെ ആൻസർ കണ്ടെത്തി. പക്ഷെ എല്ലാ ടൈംസിലും നമുക്ക് എല്ലാ പ്രോബ്ലംസിലും അത് പോസിബിൾ അല്ല. അതിൻ്റെ കാൽക്കുലേഷൻസ് തന്നെ പഠിക്കണം. എന്തായിരുന്നു, 4 ടൈംസ് 1.5 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 4 ടൈംസ് 1.5. നോക്കൂ, ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 4നെ അവിടെ നിർത്തി. 1.5ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് 1 × 2 + 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 4 × 1 × 2 എന്ന് പറയുമ്പോൾ 2 + 2 തന്നെയാണ്. 2 + 1 3. 3/2. 4 × 3/2. 4 × 3/2 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ, 4 × 3 ഓൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ്
12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. കണ്ടോ 6 ലിറ്റർ എന്നുള്ളത് നമ്മൾ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ആൻസർ കണ്ടെത്തി. ഓക്കെ, ഇനി ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1.5 meters of cloth is needed for a shirt. How much cloth is needed for 5 such shirts? അതായത് ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 1.5 meter ക്ലോത്ത് വേണം. അങ്ങനെയാണെങ്കിൽ 5 സച്ച് ഷർട്ട്സുകൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കണ്ടെത്തുക? 5 times of 1.5 ആണ് നമുക്ക് കിട്ടേണ്ടത്. 5 times of 1.5 equals 5 into 1.5. ഓക്കെ, ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്, അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ 1.5 നമ്മളിങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് 1 into 2 plus 1 all divided by 2. That is equal to 5 into 1 into 2, 2, 2 plus 1, 3, 3 by 2. 1.5 എന്ന് പറയുന്ന ഫിക്സഡ് ഫ്രാക്ഷൻ്റെ പ്രോപ്പർ ഫ്രാക്ഷൻ 3 by 2 ആണ്. ഇനി ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ മെത്തേഡായി അല്ലേ. 5 into 3 by 2, അതായത് ഒരു നാച്ചുറൽ നമ്പറും ഫ്രാക്ഷനും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 5 into 3 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ന്യൂമറേറ്റേഴ്സ്. ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര മീറ്റർ ക്ലോത്ത് വേണം? 15 by 2 മീറ്റർ ക്ലോത്ത് വേണം കേട്ടോ. 3 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് 5 സച്ച് ഷർട്ട്സ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. 15 by 2 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മീറ്ററാണ്? 15 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7, മാക്സിമം 50ൽ 2 വരുന്ന 7 times ആണ്. ദാറ്റ് ഈസ് 40. ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് 15 by 2 എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 7 and 1 by 2. 7 and 1 by 2 മീറ്റർ ക്ലോത്താണ് വേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The price of 1 kilogram of okra is 30 rupees. What is the price of 2.5 kilograms? അതായത് 1 കിലോഗ്രാം, എന്താ ഒക്കറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക അല്ലേ. 1 കിലോഗ്രാം വെണ്ടയ്ക്കയ്ക്ക് 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാം വെണ്ടയ്ക്കയ്ക്ക് എത്ര രൂപയായിരിക്കും? അതിന് കണ്ടെത്തുക 30 times of 2.5 അല്ലേ. Thirty times of 2.5, that is 30 into 2.5, that is equal to 30 into മിക്സഡ് ഫ്രാക്ഷനാണ്, പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയതിന് ശേഷം മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 2.5 എന്ന് പറയുമ്പോൾ 2 into 2 plus 1 all divided by 2, that is equal to 30 into 2 into 2 4 plus 1 5, 5 by 2. 30 into 5 by 2, that is 30 into 5 എന്ന് പറയുമ്പോൾ 0, 3 into 5 50, 150 divided by 2. 150നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ആൻസർ വരും? 150 divided by 2. 2 മാക്സിമം 50ൽ വരുന്നത് 7 times ആണ്, ദാറ്റ് ഈസ് 14. മൈനസ് ചെയ്യുമ്പോൾ 1 10. 10ൽ മാക്സിമം 2 വരുന്നത് 5 times ആണ്, ദാറ്റ് ഈസ് ഓൾസോ 10. അപ്പോൾ എത്ര വരും? 75. 10 minus 10 0 ആവും, റിമൈൻഡർ 0 ആണ്. അപ്പോൾ 75 ആണ് കിട്ടുന്നത്. അപ്പോൾ 1 കിലോഗ്രാം ഒക്രക്ക് 30 rupees ആണെങ്കിൽ 2.5 കിലോഗ്രാം ഒക്രക്ക് 75 rupees ആണ് വരുന്നത്. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ വാക്സ് 1.5 kilometers in 1 hour. How many kilometers does he walk in 1.5
hours at this speed. അതായത് 1 മണിക്കൂറിൽ ഒരാൾക്ക് 1.5 കിലോമീറ്റർ നടക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ അയാൾ എത്ര കിലോമീറ്റർ നടക്കുന്നതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടെത്തുക? അതായത് 1 മണിക്കൂറിൽ 1.5 അല്ലേ, പിന്നെ 1.5 മണിക്കൂറിൽ അങ്ങനെയാണെങ്കിൽ എത്ര കിലോമീറ്റർ നടക്കാൻ സാധിക്കും നോക്കുക. അതായത് 1.5 ഓഫ് 1.5 ആണ് അല്ലേ, രണ്ടും എന്താണ് മിക്സഡ് ഫ്രാക്ഷനാണ്. 1.5 ഓഫ് 1.5 അല്ലേ, എങ്ങനെ കണ്ടെത്തും? 1.5 ഓഫ് 1.5 അല്ലെങ്കിൽ 1.5 ടൈംസ് ഓഫ് 1.5 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1.5 ഇൻറ്റു 1.5 ആണ് വരുന്നത്. അപ്പോൾ 1.5 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ്റെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 3/2 ആണ് അല്ലേ. അതായത് 1 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഇനി മറ്റ് രണ്ടാമത്തെ 1.5നെയും എന്ത് ചെയ്യണം? പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 3/2 ഇൻറ്റു 3/2. രണ്ടും മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ എങ്ങനെയാണ് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുക എന്നുള്ളത് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 3/2 ഇൻറ്റു 3/2 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 അല്ലേ, ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4. അപ്പോൾ 9/4 കിലോമീറ്റേഴ്സാണ് അയാൾക്ക് നടക്കാൻ സാധിക്കുക. ഈ 9/4 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര കിലോമീറ്ററാണ്? അത് നിങ്ങൾ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 9നെ 4 ഇട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ടൈംസ് ആണ് 4 മാക്സിമം 9ൽ വരുന്നത്, ദാറ്റ് ഈസ് 8 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 1. അപ്പോൾ 9/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ആൻഡ് 1/4 കിലോമീറ്റർ അല്ലേ. അതായത് 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കാം. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ 2.25 കിലോമീറ്റർ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പ്രോബ്ലം. Roni has 36 stamps. Suhara says she has 1/4 times as much. How many stamps does she have? അതായത് റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ്സുകളുണ്ട്. എന്നാൽ സുഹറിൻ്റെ കയ്യിലോ? റോണിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ 1/4 ടൈംസ് കൂടുതലാണ് സഹീറിൻ്റെ കയ്യിലുള്ള സ്റ്റാമ്പ്സ്. അങ്ങനെയാണെങ്കിൽ സഹീറിൻ്റെ കയ്യിൽ എത്ര സ്റ്റാമ്പ്സ് ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടെത്തുക? അതായത് 36 ഇൻറ്റു 1/4 അല്ലേ, 36 ടൈംസ് ഓഫ് 1/4. ഓക്കെ, 36 ഇൻറ്റു 1/4 എന്ത് ചെയ്യണം? പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 ഇൻറ്റു 4 പ്ലസ് 1 all divided by 4. It is equal to 36 ഇൻറ്റു 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8 പ്ലസ് 1 9 all divided by 4. ഇപ്പോഴും നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. 36 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 ഇൻറ്റു 9 54 ആണ് അല്ലേ. ബാലൻസ് 5. 3 ഇൻറ്റു 9 27 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 32 അല്ലേ, 32 വരും. 324 ഡിവൈഡഡ് ബൈ 4 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം വരും? 32. 324 4 ഇട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എണ്ണം കിട്ടും. 32 എത്ര ടൈംസ് വരുന്നുണ്ട്? 8 ടൈംസ് 32. 4ലാണെങ്കിൽ 1 ടൈംസ് 81. ഓക്കെ, നമ്മുടെ സഹീറിൻ്റെ കയ്യിൽ 81 സ്റ്റാമ്പ്സുകളാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് അല്ലേ, കുറച്ച് മിക്സഡ് ഫ്രാക്ഷൻ്റെയും നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. 4 ടൈംസ് 5 and 1/3, അതായത് 4 ഇൻറ്റു 5 and 1/3. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു നാച്ചുറൽ നമ്പറും അതുപോലെ ഒരു മിക്സഡ് ഫ്രാക്ഷനും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് 3 എക്സാമ്പിൾസിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഈ 6
ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിൻ്റെയും ആൻസർ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. 4 times 5 and 1/3, അതായത് 4 into 5 and 1/3 ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് 5 and 1/3 പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കും അതുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.